മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മശക്തി എന്ന് പറയുന്നത് അസാധാരണമായ ഓർമ്മശക്തി, ഒരിക്കലും ഒരു മനുഷ്യന് അനുകരിക്കാൻ കഴിയാത്തത്ര ഓർമ്മശക്തി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു നൽകി. ഇത് പുണ്യനബിക്ക് തനിക്കുണ്ട് എന്ന് പുണ്യനബിക്ക് അറിയുന്ന ഓർമ്മശക്തിയുടെ പരിധിക്കപ്പുറമുള്ളതാണ്. എങ്ങനെ മനസ്സിലാകും? വിശുദ്ധ ഖുർആൻ വചനം ഇറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി നാവ് കൊണ്ട് ഒരുമിച്ച് പാരായണം ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെയാണല്ലോ, ആരെങ്കിലും ഒരു തവണ പറഞ്ഞു തരികയാണ് ജിബ്രീൽ, പിന്നീട് പുണ്യനബി അത് മറക്കാൻ പാടില്ല. അപ്പോൾ ഇത് മറന്നു പോകുമോ എന്ന ആശങ്ക കാരണം പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ നാവ് കൊണ്ട് അത് ഉരുവിട്ട് പഠിക്കാൻ ശ്രമിക്കുമായിരുന്നു, മനഃപാഠമാക്കാൻ ശ്രമിക്കുമായിരുന്നു. ആ സമയത്ത് അള്ളാഹു പറയുകയാണ് സൂറത്തുൽ ഖിയാമ 16 മുതൽ 19 വരെ വചനങ്ങൾ, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വഖുർആന. അങ്ങ് ഒരിക്കലും ധൃതിപ്പെട്ടുകൊണ്ട് നാവ് ചലിപ്പിക്കേണ്ടതില്ല, മറിച്ച് ഇന്ന അലൈനാ ജംഅഹു വഖുർആന, ഈ വിശുദ്ധ ഖുർആനിനെ ക്രോഡീകരിക്കുന്നതും വഖുർആനഹു, അതിൻ്റെ പാരായണം പഠിപ്പിക്കുന്നതും എൻ്റെ ബാധ്യതയാണ്. ഒരിക്കലും അങ്ങ് അതിനുവേണ്ടി ബുദ്ധിമുട്ടണമെന്നില്ല, അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന, അങ്ങനെ ഞാൻ എപ്രകാരമാണോ അങ്ങേക്ക് പാരായണം പഠിപ്പിക്കുന്നത് അപ്രകാരം പാരായണം ചെയ്യണം. സുമ്മ ഇന്ന അലൈന ബയാന, അതിൻ്റെ വിശദീകരണവും എൻ്റെ ഉത്തരവാദിത്വമാണ്, അത് ഞാൻ തന്നെ നിർവഹിക്കും. അങ്ങ് അതിനുവേണ്ടി നാവിങ്ങനെ കഷ്ടപ്പെട്ട് ചലിപ്പിച്ച് ഉച്ചരിച്ച് പഠിക്കണമെന്നില്ല. കാരണം ഇത് പഠിച്ചെടുത്ത മനഃപ്പാഠമല്ല, മറിച്ച് അള്ളാഹു മുഅ്ജിസത്തിന്റെ ഭാഗമായി നൽകിയ സവിശേഷമായൊരു ശേഷിയാണ് എന്ന് ഈ വിശുദ്ധ ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അല്ലെങ്കിലും 23 വർഷം പല സമയങ്ങളിൽ പല സന്ദർഭങ്ങളിൽ ഇറങ്ങിയ വചനങ്ങൾ എവിടെയും എഴുതി വെക്കാതെ, ഒരാവർത്തി എഴുതി വെക്കപ്പെട്ടത് വായിച്ചു നോക്കാതെ, എഴുതാനും വായിക്കാനും അറിവില്ലാത്ത ഒരു വ്യക്തിത്വം ഇതൊരിക്കലും മറക്കാതിരിക്കുന്നുവെങ്കിൽ ഇത് അള്ളാഹുവിൽ നിന്ന് അവതീർണമായതാണ് എന്നതിന് മറ്റൊരു തെളിവിൻ്റെ ആവശ്യമുണ്ടോ? ഒരിക്കൽ സൂറത്ത് ത്വാഹയിൽ 113 വചനങ്ങൾ ഒരുമിച്ച് ഇറങ്ങുന്നുണ്ട്. ത്വാഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ എന്ന് തുടങ്ങി വചനങ്ങൾ ഇങ്ങനെ 113 സമയത്ത് പുണ്യനബിക്ക് വീണ്ടും ഒരാശങ്ക, ഇത് മറന്നു പോകുമോ? അതുകൊണ്ട് തൽക്കാലം ഇത് മതി എന്ന് പുണ്യനബി ഇങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന സമയത്ത് 114 വചനത്തിൻ്റെ വിഷയം ഈ ആശങ്കയായി മാറുന്നു. 114 വചനം നമുക്ക് നോക്കാം. ഫതആല അല്ലാഹുൽ മലിക്കുൽ ഹഖ് വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ളാ ഇലൈക വഹ്യു വഖുർ റബ്ബി സിദ്നി ഇൽമാ. അങ്ങൊരിക്കലും ഈ വഹീൻ്റെ അവതരണം പൂർത്തിയാകുന്നതിൻ്റെ മുൻപ് അങ്ങ് നാവ് കൊണ്ട് ഉച്ചരിച്ച് ശ്രമിക്കേണ്ട ആവശ്യമേ ഇല്ല, മറിച്ച് അങ്ങ് പറയേണ്ടത് വഖുർ റബ്ബി സിദ്നി ഇൽമാ, അല്ലാഹുവേ ഇനിയും അറിവ് വർദ്ധിപ്പിച്ചു തരണേ എന്ന പ്രാർത്ഥനാവാക്യമാണ്. ഒരിക്കലും 113 വചനങ്ങൾ ഒരുമിച്ചിറങ്ങുന്നു, നാവ് കൊണ്ട് ഉച്ചരിച്ച് നോക്കാതിരുന്നാൽ വചനത്തിന്റെ അവതരണം പൂർത്തിയാകുന്നതോടുകൂടി താനത് മറന്നു പോകുമോ എന്ന ആശങ്ക വേണ്ട, അത് മുൻപേ അങ്ങേക്ക് ബോധ്യപ്പെടുത്തിയതാണല്ലോ. മറിച്ച് അങ്ങ് പറയേണ്ടത് വഖുർ റബ്ബി സിദ്നി ഇൽമ, ഇനിയും വചനങ്ങൾ ഇറങ്ങിയാലും അത് സ്വീകരിക്കാൻ സന്നദ്ധനാണ് എന്നതാണ് അങ്ങ് അറിയിക്കേണ്ടത്. കാരണം ഇത് അങ്ങയുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത് അങ്ങയുടെ ശ്രമം കൊണ്ടല്ല, മറിച്ച് ഞാനാണത് നിർവഹിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ സാധാരണ ഒരു മനുഷ്യന് ആർജിക്കാൻ കഴിയാത്തത്ര മനഃപ്പാഠ ശേഷി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും പ്രകടമായിട്ടുണ്ടെങ്കിൽ ഇത് വഹയാണ്, ഇത് മുഅ്ജിസത്തിൽ നൽകപ്പെട്ട പ്രവാചകനാണ് എന്നതിന് മറ്റൊരു തെളിവിൻ്റെ ആവശ്യമില്ലല്ലോ.